കൊരിന്ത്യർ 1 ലേഖനം അധ്യായം 5. നിങ്ങളുടെ ഇടയിൽ ദുർമാർഗ ജീവിതമുള്ളതായി കേൾക്കുന്നു. ഒരാൾ തന്റെ പിതാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. നിങ്ങൾ വിലപിച്ച് അത് പ്രവർത്തിച്ചവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുകയല്ലേ വേണ്ടിയിരുന്നത്? ഞാൻ ശാരീരികമായി അല്ലെങ്കിലും ആത്മാവിൽ നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങളുടെ അടുക്കലുള്ളവൻ എന്ന പോലെ ഞാനിത് പ്രവർത്തിച്ചവനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നേരത്തെ തന്നെ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ കൂടി വരുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തി സന്നിഹിതമായിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ മനുഷ്യനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവിൻ. അങ്ങനെ അയാളുടെ ജഡസ്വഭാവം നശിപ്പിക്കപ്പെട്ടിട്ട് ആത്മാവ് കർത്താവിന്റെ ദിവസത്തിൽ രക്ഷപ്പെടുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ നന്നല്ല. ലേശം പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്ത മാവാണല്ലോ. മുഴുവനും പുതിയ മാവായി തീരേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിദ്വേഷവും ദുഷ്ടതയുമാകുന്ന പഴയ പുളിമാവ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് തന്നെ നമുക്ക് ഉത്സവം ആചരിക്കാം. ദുർമാർഗ ജീവിതം നയിക്കുന്നവരോട് സംസർഗം പാടില്ല എന്ന് ഞാൻ എന്റെ കത്തിൽ എഴുതിയിരുന്നുവല്ലോ. ഈ ലോകത്തിലെ അധർമ്മികൾ, അത്യാഗ്രഹികൾ, വഞ്ചകന്മാർ, വിഗ്രഹാരാധികൾ എന്നിവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയായാൽ നിങ്ങൾ ഈ ലോകം തന്നെ വിട്ടുപോകേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഞാൻ എഴുതുകയാണ്, സഹോദരൻ എന്ന് സ്വയം കരുതുന്ന ഒരാൾ ദുർമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ ദൂഷകനോ മദ്യപാനിയോ വഞ്ചകനോ ആയി തീർന്നാൽ അയാളോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല. സഭയ്ക്ക് പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? അകത്തുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്. പുറത്തുള്ളവരെ ദൈവം വിധിക്കും. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക.